അസ്സലാമു അലൈക്കും. ഇന്ന് രാത്രി ആരാണ് വരുന്നതെന്ന് അറിയേണ്ട ഭാര്യ നിനക്ക്. എൻ്റെ പുന്നാരമോളുടെ വരനും കൂട്ടരും. അയാൾ ആ രഹസ്യം വെളിപ്പെടുത്തിയതും അയമൻ്റെ കണ്ണ് പകപ്പോടെ മിഴിഞ്ഞു. അവരെ കേട്ട് ഒരു ചുവരിനിപ്പുറം മറഞ്ഞു നിന്ന നെയ്ല ഞെട്ടലോടെ വാപ്പുത്തി. സുൽത്താനയ്ക്ക് വിവാഹമോ? വാശിപ്പുറത്ത് നടത്തേണ്ടതാണോ അവളുടെ വിവാഹം? ഇന്ന് ഞാൻ എൻ്റെ മകളുടെ നിക്കാഹ് ഞാൻ നടത്തും. വരന് കൂട്ടരും എത്തുമ്പോഴേക്കും അവളെ ഒരുക്കി നിർത്തണം. എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ കൊന്നു തള്ളുമെന്ന് പറഞ്ഞേക്ക് അവളോട്. തോറ്റുപോയൊരു പിതാവിൻ്റെ നോവ് അയാളെ ഒരു ക്രൂരനാക്കി മാറ്റിയിരുന്നു. ആരാണ് അവളുടെ വരൻ? അയ്മൻ്റെ നാവ് ചലിച്ചു. അതറിയാതെ ആ മാതൃഹൃദയം അടങ്ങില്ലല്ലോ. ആളെ നീ അറിയും അയ്മൻ. ആദമിൻ്റെ മകൻ ബാസിം ദാവൂദ്. അഹമ്മദ് ആ പേര് മൊഴിഞ്ഞതും അയ്മൻ അമ്പരന്നു. നെയ്ല നെഞ്ചിൽ കൈവച്ചുപോയി. ബാസിം ദാവൂദ് അഹമ്മദിൻ്റെ മൂത്ത സഹോദരിയുടെ മകനാണ്. അവനൊരു മാനസിക രോഗിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇടയ്ക്ക് സമനില തെറ്റുന്ന അയാളെ പിടിച്ചു കെട്ടിയിട്ടല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാറുള്ളത്. നെയ്ലയുടെ നെഞ്ചിൽ ഒരു കല്ല് കെട്ടിവെച്ചതുപോലെ ഭാരം തിങ്ങിയമർന്നു. അവനൊരു ഭ്രാന്തനല്ലേ? അവനെ എങ്ങനെ നമ്മുടെ മോളെ? അയ്മന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹോ, നിന്റെ മോളും നല്ല ഒന്നാന്തരം ഭ്രാന്തി തന്നെയല്ലേടി. അത് നിനക്ക് വല്ല സംശയമുണ്ടോ? അയാളുടെ ചോദ്യത്തിന് മുമ്പിൽ നാവിറങ്ങിപ്പോയ പ്രതിമ പോലെ അയ്മൻ നിന്നു. ഭ്രാന്തുള്ളത് കൊണ്ടല്ലേ വെറുമൊരു തോട്ടം പണിക്കാരൻ്റെ കൂടെ അവൾ? ബാക്കി പറയാനുള്ള അറപ്പോടെ അയാൾ നിർത്തുമ്പോൾ അയ്മൻ്റെ മുഖം കുനിഞ്ഞുപോയി. അഴിഞ്ഞാട്ടക്കാരി. അയാൾ പല്ലിനിടയിലിട്ട് വാക്കുകളെ ഞെക്കി നിരിച്ചു. ബാസിമിനെ വിവാഹം കഴിക്കാൻ സുൽത്താന സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ അവളുടെ ഈ വാശി? വാശിപ്പുറത്ത് തലക്ക് സുഖമില്ലാത്ത ഒരാളുടെ അവളുടെ തലയിൽ കെട്ടിവെക്കണോ ബാബ? എന്തൊക്കെ പറഞ്ഞാലും അവൾ നമ്മുടെ മോളല്ലേ. പണത്തിന് കുറവുണ്ടെന്നേ ഉള്ളൂ. മാഹിറും ഒരു മനുഷ്യനല്ലേ. അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തുകൂടെ? ഭയത്തോടെയാണെങ്കിലും മകൾക്ക് വേണ്ടി പറഞ്ഞൊപ്പിച്ചു. ഛീ, നിർത്തടി. അവനെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് നീ വായട്ടലിക്കുന്നത്? അവൻ്റെ നാട്ടിൽ അവനൊരു കുഞ്ഞും പെണ്ണുമുണ്ട്. അത് നിനക്ക് അറിയാമോ? അവരെയൊക്കെ ചതിച്ചിട്ടാ ആ നാറി ഇവളോട് നിക്കാഹ് കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ പറ്റിച്ച് മുതലെടുത്തത്. അതൊക്കെ വിശ്വസിച്ച് അവന് കിടന്നു കൊടുത്ത നിന്റെ മോളൊരു പമ്പരി വിഡ്ഢിയും. നാളെ അവന് മടക്കുമ്പോൾ നിന്റെ മോളെയും ആ കഴിവേറി പെണ്ണുപിടിയെന്നാണവൻ. അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ? എൻ്റെ വീട്ടിൽ പണിക്ക് നിന്ന് എൻ്റെ മോളെ മയക്കിയെടുത്തവന് വലിയൊരു പാരിതോഷികം തന്നെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ എൻ്റെ മകളുടെ നിക്കാഹ് നടക്കുന്ന സമയം അവിടെ ആ ചെറിയ വീട്ടിൽ അവൻ്റെ ശവം വീഴും. അത് പറയുമ്പോൾ അയാളുടെ മുഖത്തൊരു പക നിറച്ച ചിരിയുണ്ടായി. അതാണ് അഹമ്മദ് അവന് വിധിക്കുന്ന ശിക്ഷ. ഏതോ വന്യജീവിയുടെ മുതൽച്ച പോലെയാണ് നെയ്ല അഹമ്മദിൻ്റെ വാക്കുകൾ കേട്ടത്. അവളുടെ ഉള്ളിൽ മൂർച്ചയുള്ള കുപ്പിച്ചില്ല് തുളഞ്ഞു കയറും പോലൊരു വേദന. അല്ലോ. നെയ്ല തളർച്ചയോടെ ചൂരിലേക്ക് ചാരി. അവനെ കൊന്നുകളയുമെന്നല്ലേ ബാബ പറഞ്ഞത്? മാഹിറിനെ ഓർത്തതും അവളുടെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ ഉറവ കിനിഞ്ഞു. ഞാൻ കാരണം ആ പാവം മനുഷ്യൻ്റെ ജീവിതം തച്ചുടക്കാൻ കൂട്ടുനിന്നതുപോലെ അയാളെ ഇല്ലാതാക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല. എന്തായാലും ബാബ സുൽത്താനയെ മാഹിറിന് കൊടുക്കാൻ പോകുന്നില്ല. ഒന്നും അറിയാത്ത ആ പാവത്തിൻ്റെ ജീവനും കൂടി. നെയ്ല മുറിവാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്കോടിയത് നിമിഷനേരം കൊണ്ടാണ്. കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ പാഞ്ഞു വന്നവൾ അഹമ്മദിൻ്റെ കാലിലേക്ക് വീണു. അഹമ്മദ് എന്താണ് സംഭവിച്ചതെന്നറിയാതെ കാല് പുറകിലേക്ക് വലിച്ചു. അയ്മൻ്റെ നോട്ടവും തൻ്റെ ഭർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ കമഴ്ന്നു വീണവളിൽ തന്നെയാണ്. നെയ്ല, എന്താണിത്? അഹമ്മദ് ഒച്ചയിട്ടു. ബാബാ, അരുത്. അയാളെ ഒന്നും ചെയ്യരുത്. വീണ്ടും ആ കാലിൽ ചുറ്റിപ്പിടിക്കുമ്പോൾ നെയ്ലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹോ, നീ അവൾക്കും ആ നാറിക്കും വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതാവുമല്ലേ? അഹമ്മദിൻ്റെ മുഖത്ത് പുച്ഛം. ഒരിക്കലുമില്ല. അയാൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾക്കൊന്നും അറിയില്ല. ഞാനാ തെറ്റുകാരി. എന്നെ ശിക്ഷിച്ചോളൂ. സുൽത്താന വാശി പിടിച്ചപ്പോൾ അയാളുടെ ഭക്ഷണത്തിൽ ലഹരി കലർത്തിയ മഹാപാപിയ ഞാൻ. മാഹിറിൻ്റെ മുറിയിലേക്ക് അവളെ പറഞ്ഞുവിട്ട് അവൾക്ക് വേണ്ടി കാവലിരുന്നത് ഞാനാ. ഭാവ വിധിക്കുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. മാഹിറിനെ വെറുതെ വിടണം. നെയ്ലയുടെ കണ്ണുനീർ അഹമ്മദിൻ്റെ കാലിലേക്ക് ഉറ്റി വീണു. നെയ്ലയുടെ വായിൽ നിന്നും വീണ ഞെട്ടിക്കുന്ന സത്യങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷം അഹമ്മദും അയ്മനും ഒരുപോലെ ഞെട്ടിപ്പകച്ചുപോയി. തൊട്ടടുത്ത നിമിഷം അയാളുടെ കണ്ണുകളിൽ നെയ്ല എരിഞ്ഞു. വഞ്ചകി.
നിന്നെയൊന്നും പടച്ചവൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് തട്ടത്തോടു കൂടി അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു അഹമ്മദ്. പടക്കം പൊട്ടും പോലെയൊരു അടി നെയ്ലയുടെ കവിളിലും വീണു. അവളെ വലിച്ചഴിച്ചാണ് മാഹിറിൻ്റെ അടുത്തേക്ക് അഹമ്മദ് കൊണ്ടുപോയത്. അഹമ്മദ് എത്ര വേദനിപ്പിച്ചിട്ടും നെയ്ല ഒച്ച വെച്ച് കരഞ്ഞില്ല. അവൾ ആ വേദന ഏറ്റുവാങ്ങാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയിരുന്നു. നിരപരാധിയായ ആ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ച് വ്യഭിചാരിയാണെന്ന് മുദ്രകുത്തി ആളുകളുടെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്ന ആ മനുഷ്യൻ്റെ നോവിനോളം വരില്ലല്ലോ നെയ്ല ഇപ്പോൾ അനുഭവിക്കുന്ന നോവത്രയും. ആരോ പാതിചാരിയെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയതറിഞ്ഞിട്ടും മാഹിർ തല ഉയർത്തിയില്ല. ആ വന്നത് സക്രിയാവുമെന്ന് മാഹിർ കരുതിയത്. മാഹിർ! അഹമ്മദിൻ്റെ വിളിയച്ച അവൻ്റെ ഉടലൊന്നാകെ വിറയിൽ പടർത്തി. ഭയത്താൽ അവൻ്റെ ഹൃദയം മിടിച്ചു. തല ഉയർത്തി നോക്കിയവൻ്റെ കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചോരക്കണ്ണീർ ആ നിൽക്കുന്ന മനുഷ്യർ അത്രമേൽ വേദനയോടാണ് കണ്ടത്. സോറി മാഹിർ, തന്നെ വേദനിപ്പിച്ചതിന്. നൈല ഇപ്പോഴാണ് എന്നോട് സത്യം തുറന്നു പറഞ്ഞത്. ഞാനൊരു പിതാവല്ലേ? ആ നിമിഷം മകളെ മറ്റൊരുത്തിൻ്റെ മുറിയിൽ നിന്ന് കയ്യോടെ പിടിക്കേണ്ടി വന്ന ഒരു പിതാവിൻ്റെ മാനക്കേടും വേദനയും മാഹിറിന് ഊഹിക്കാൻ കഴിയുമോ? തകർന്നു പോയി ഞാൻ. നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവാതെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിന്നെ ഉപദ്രവിച്ചതിന് മാപ്പ്. എൻ്റെ മകൾ തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം മാഹിർ ആവശ്യപ്പെടുന്നതെന്നും തരാൻ ഞാൻ തയ്യാറാണ്. അഹമ്മദ് വിങ്ങിപ്പൊട്ടി മാഹിറിൻ്റെ തോളിൽ കൈവച്ചു. നെയ്ല കുറ്റബോധത്താൽ നീറി അവന് നേരെ കൈകുപ്പിയതും മാഹിർ മുഖം വെട്ടിച്ചു കളഞ്ഞു. നിങ്ങളുടെ മകൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. ഒരു കോടി പുച്ഛൻ ചുണ്ടിൽ നിറച്ചാണ് അവൻ പറഞ്ഞത്. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ പെണ്ണിന് കൊടുത്തൊരു വാക്കുണ്ട്. ഹൃദയം കൊണ്ട് പോലും ഞാൻ ഹറാമായൊരു കനിയും ആഗ്രഹിക്കില്ലെന്ന്. അവൾക്ക് എന്നിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മകൾ തല്ലി തകർത്തത്. നിങ്ങളെനിക്ക് വെച്ച് നീട്ടുന്ന പണം കൊണ്ടത് തിരികെ നേടാൻ എനിക്ക് കഴിയോ? പറ. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞ വേദന നിറഞ്ഞ ചിരി അഹമ്മദിൻ്റെ നെഞ്ചിൽ ചറിച്ചു. അയാൾ മുഖം കുനിച്ചു. എനിക്കൊന്നും വേണ്ട. എൻ്റെ നാട്ടിൽ എന്നെയും കാത്തിരിക്കുന്നൊരു കുടുംബമുണ്ട്. എന്നെ ഓർത്ത് തപസ്സിരുന്ന് ഒരുക്കി തീരാറായ എൻ്റെ പെണ്ണുണ്ട്. ഓർമ്മ വെച്ചിട്ടൊന്നും വരെ ബാപ്പയെ നേരിൽ കാണാതെ എൻ്റെ പൊന്നു മോളുണ്ട്. എനിക്കെത്രയും വേഗം അവരിലേക്ക് മടങ്ങണം. അത് മാത്രം മതി എനിക്ക് വേറൊന്നും വേണ്ട. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഈ നിക്കാഹ് എനിക്ക് വേണ്ടെന്ന് പറ ഉമ്മ. ബാബയോട് പറ. ചത്താലും ഞാൻ ആ ഭ്രാന്തിൻ്റെ മഹർ സ്വീകരിക്കില്ലെന്ന്. ഐമൻ സുൽത്താനയോട് രാത്രി നടക്കാൻ പോകുന്ന നിക്കാഹിനെ കുറിച്ച് പറഞ്ഞതും സുൽത്താന ഒരു ഭ്രാന്തിയെപ്പോലെ അലറി വിളിച്ചു. വാശി വേണ്ട സുൽത്താന. നീ വെറുതെ ബാബയെ ദേഷ്യം പിടിപ്പിക്കരുത്. ആ മനുഷ്യൻ്റെ വാക്കിന് വിലയില്ലാതാക്കരുത് എന്നും പറഞ്ഞ് ഐമൻ കൊണ്ടുവന്ന ഭക്ഷണം അവളുടെ മുൻപിലേക്ക് നീട്ടി. എനിക്ക് വേണ്ട. സുൽത്താന ഒറ്റത്തട്ടായിരുന്നു. ഭക്ഷണം തറയിലൂടെ ചിതറിത്തെറിച്ചു. ധിക്കാരി. മകളുടെ കരണം പുകച്ചെന്ന് കൊടുത്തു ഐമൻ. അവളുടെ ചതിക്കിരയായ ആണുജത്തിൻ്റെ കണ്ണുനീര് കണ്ടപ്പോഴേ ആ ഉമ്മ അവൾക്കത് കരുതി വെച്ചതായിരുന്നു. കവിൾ പൊതിഞ്ഞു പിടിച്ച് ഉമ്മയെ കിതപ്പോടെ നോക്കുന്നവളുടെ നേരെ വിരൽ വിറപ്പിച്ചു ഐമൻ. സുൽത്താന ഇന്നുവരെ കാണാത്ത ഐമൻ്റെ മറ്റൊരു ഭാവം. മര്യാദക്ക് ബാബയെ അനുസരിക്കടി, അല്ലെങ്കിൽ ഈ മുറിക്കകത്ത് കിടന്ന് നരകിച്ച് ചാവാനാവും നിന്റെ വിധി. ഇങ്ങനെ കിടന്ന് കാറിയിട്ടൊന്നും ആർക്കും നിന്നോടൊരു ദയം തോന്നാൻ പോകുന്നില്ല സുൽത്താന. നിന്നെപ്പോലൊന്ന് എൻ്റെ വയറ്റിൽ വന്ന് കൊരുത്തല്ലോ. ദേഷ്യത്തോടെ പറഞ്ഞ് ഐമൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും ചുവന്നു വീങ്ങിയ മുഖവുമായി നെയ്ല അങ്ങോട്ട് വന്നു. സുൽത്താന പാഞ്ഞു വന്ന് നെയ്ലയുടെ മുൻപിൽ നിന്ന് കണ്ണുനീരൊഴുക്കി. ആ ഹൃദയം അവളുടെ കണ്ണുനീർ ചൂടിൽ അലിയുന്നതാണല്ലോ. പെറ്റമ്മയേക്കാൾ അവളെ മനസ്സിലാക്കിയതും ആ പോറ്റമ്മയാണല്ലോ. ബാബിയും കൂടി അറിഞ്ഞിട്ടാണോ ബാപ്പ എൻ്റെ നിക്കാഹ് നടത്തുന്നത്? ബാബിക്ക് അറിഞ്ഞൂടെ എൻ്റെ ഇഷ്ടം? ഇത്രയൊക്കെ നമ്മൾ ചെയ്തത് മാഹിറിനെ എനിക്ക് അത്രമേൽ ഇഷ്ടമായത് കൊണ്ടല്ലേ? എന്നിട്ടും ബാബി എന്നെ സഹായിക്കില്ലേ? എനിക്ക് വേണ്ടി ബാബിയോട് സംസാരിക്കില്ലേ? എന്നെ രക്ഷിക്കില്ലേ? അവൾ വെറി പിടിച്ചതുപോലെ നെയ്ലയുടെ കൈ രണ്ടും പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു. സുൽത്താനയുടെ കണ്ണുനീര് കണ്ടതും നെയ്ല മിഴികളൊന്ന് ഉറക്കെ ചുമ്മി തുറന്നു. അവളുടെ പിഴയിൽ നിന്നും തൻ്റെ കൈ വേർപ്പെടുത്തുമ്പോൾ നെയ്ലയ്ക്ക് അല്പം പോലും സഹതാപം അവളോട് തോന്നിയില്ല എന്ന് പറയുന്നതാവും ശരി. ആ പെൺകുട്ടിയുടെ ദുർവാശി കാരണം തകർന്നു പോയൊരു മനുഷ്യനെ കണ്ടതു മുതൽ നെയ്ലയുടെ നെഞ്ച് നീറുകയാണ്. ഒരു കാര്യത്തിനും എൻ്റെ കൂട്ട് പിടിക്കണ്ട സുൽത്താന. നീ നിൻ്റെ ബാബയെ അനുസരിക്ക്. ഒരിറ്റുപോലും അലിവില്ലായിരുന്നു നെയ്ലയുടെ സ്വരത്തിൽ. സുൽത്താനയുടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. അവൾ ആ മുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടു. കയ്യിൽ കിട്ടിയതൊക്കെ എറിഞ്ഞുടച്ചുകൊണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ചതുപോലെ നിന്ന് കിതച്ചു. ആ കൂത്തൊക്കെ കണ്ടിട്ടും നെയ്ലയുടെ മുഖത്ത് ഇപ്പോഴും കരുണ പറ്റിയ ഭാവം തന്നെയാണ്. വാസിമിനെ കെട്ടിപ്പോ സുൽത്താന.
അവിടെ ചെന്നിട്ട് കാണിക്കേ ഈ സാഹസമൊക്കെ. എപ്പോഴും സ്നേഹവും കരുതലും മാത്രം തുളുമ്പി നിൽക്കാറുള്ള സ്വരത്തിൽ ആഗ്നയുടെ ധ്വനി മുഴച്ചു നിന്നു. ഇവിടെ ആർക്കും ഇനി നിന്നോടൊരു സഹതാപം തോന്നുകയില്ല. നീ അഹങ്കാരിയാണ്. നിന്റെ സ്വാർത്ഥത കൊണ്ട് നീ നേടിയെടുക്കുന്നത് മറ്റുള്ളവരുടെ ശാപം മാത്രമാണെന്ന് ഓർമ്മയിലിരിക്കട്ടെ. കടുപ്പിച്ചു പറഞ്ഞ് നെയ്ലോം എവിടെ നിന്ന് ഇറങ്ങിപ്പോയതോടെ സുൽത്താന നിസ്സഹായതയോടെ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് വെറും നിലത്തേക്ക് വീണുപോയി. ബാബയെ അനുസരിക്കുകയല്ലാതെ ഇനി വേറെ നിവൃത്തിയില്ല അവൾക്ക്. ഇന്ന് രാത്രി പുലർന്നാൽ താൻ ഭ്രാന്തനായ ബാസിം ദാവൂദിൻ്റെ വധുവാണ്. ഇതിനു വേണ്ടിയാണോ താൻ ഇത്രയൊക്കെ ചെയ്തത്? കഠിനമായ ഹൃദയവേദനയോടെ അവൾ ഉറക്കെ ഉറക്കെ കരഞ്ഞു. ആര് കേൾക്കാൻ? ആര് രക്ഷപ്പെടുത്താൻ? ആഷിഖിനെ കണ്ടതും കൊടുങ്കാറ്റ് പോലെ ഓടി വന്നവനെ പൊതിയുകയായിരുന്നു മാഹിർ. ആഷിഖ് അമ്പരപ്പോടെ തൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയതിൻ്റെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. അവൻ്റെ സങ്കടം പെയ്തു തീരുവോളം അവനെ നെഞ്ചോടൊതുക്കി നിൽക്കുമ്പോൾ മാഹിറിൻ്റെ ഉടലൊന്നാകെ വിറകൊള്ളുന്നതും ഏങ്ങൽച്ചീലുകൾ പുറത്തേക്ക് തെറിക്കുന്നതും അവൻ വേദനയോടെ കണ്ടു. മാഹി, എന്താടാ? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചവൻ മാഹിറിൻ്റെ മുഖം പിടിച്ചുയർത്തി. ഞാൻ ക്രൂരനാണ് ആഷിഷ്. ഞാൻ എൻ്റെ സുറുമയെ ചതിച്ചു. ഞാനിനി എങ്ങനെ അവളുടെ മുൻപിൽ നിൽക്കും? വിങ്ങി വിരിയുമ്പേൻ സംഭവിച്ചത് മുഴുവനും ആഷിഖിനോട് തുറന്നു പറഞ്ഞു. ഇനി എൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ആഷി? അവളെ ചതിച്ച് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കിടന്നവനാണ് ഞാനെന്നറിയുമ്പോൾ അവൾ എന്നെ വെറുക്കില്ലേ? അവൾ എന്നെ വഞ്ചകനെന്ന് വിളിക്കില്ലേ? പാറക്കല്ല് പോലെ കനത്തിരുന്ന നെഞ്ചിലെ ഭാരം ആഷിഖിനോട് പറയുമ്പോൾ ഉരുകി ഒലിച്ചിറങ്ങി. അവനെ കേട്ടു നിന്ന ആഷിഖ് പകപ്പോടെ നിന്നുപോയി. അവനെ സമാധാനിപ്പിക്കാൻ കഴിയാതെ വാക്കുകൾ വറ്റി തൊണ്ട വരണ്ടു. എല്ലാം കേട്ട് കഴിയുമ്പോൾ അവനും തന്നെ വെറുക്കുമെന്ന് കരുതിയ മാഹിറിൻ്റെ കൈ പിടിച്ചവൻ സമാധാനത്തോടെ ബെഡിലേക്കിരുത്തി. കൂടെ അവനും ഇരുന്നു. കരയണ്ട, കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട. ഒന്നും നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ആ പെണ്ണ് നിന്നെ ചതിച്ചതല്ലേ? അതൊരു ദുസ്വപ്നം പോലെ കണ്ട് മറന്നു കളഞ്ഞേക്ക് മാഹി. അല്ലാതെ എത്ര നാൾ നീ ഈ കുറ്റബോധം പേറി ജീവിക്കും? നീ അറിയാതെ കാല് തന്നെ ഒരു അഴുക്കുചാലിലേക്ക് വീണു. നന്നായി ഒന്ന് കുളിച്ചാൽ പോകുന്ന ദുർഗന്ധം മാത്രമേ നിന്റെ ദേഹത്ത് പറ്റിയിട്ടുള്ളൂ മാഹി. ഇനി അതിനിങ്ങനെ വ്യസനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഷിഖ് അവൻ്റെ ആത്മമിത്രത്തിന് ആശ്വാസം പകർന്നു നൽകി. ഇപ്പോൾ നീയും ഞാനും മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ. ഇനി ആരും അറിയുകയും വേണ്ട. ഇവിടുത്തെ ജോലി നിനക്ക് താങ്ങാവുന്നതിലും അപ്പുറമായതുകൊണ്ട് നീ ഇവിടെ തുടരാതെ നാട്ടിലേക്ക് പോകുന്നു. അത്രയും പറഞ്ഞാൽ മതി എല്ലാവരോടും. എന്നാലും ഇടാ, എൻ്റെ സുറുമി, അവളോട് പറയാതെ എങ്ങനെയാണ് ഞാൻ? അറിയാതെയാണെങ്കിലും ഞാൻ ചെയ്തു പോയ തെറ്റ് അവളോട് തുറന്നു പറയേണ്ടേടാ. അല്ലെങ്കിൽ സ്വന്തം ജീവിതം പോലും എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആ പാവം പെണ്ണിനോട് ഞാൻ ചെയ്യുന്ന കടുത്ത പാപമാവില്ലേ? എന്നെങ്കിലും ഒരിക്കൽ അവൾ ഇക്കാര്യം അറിഞ്ഞാൽ. സുറുമിയെ പറയുമ്പോൾ അവൻ്റെ ചങ്കുപൊട്ടി. എൻ്റെ പൊന്നു മാഹി, നീ കുഞ്ഞു പിള്ളേരേക്കാൾ കഷ്ടാവല്ലേട്ടോ. ആഷിഖ് തലയിൽ കൈവച്ച് അവനെ നോക്കി. നീ അറിഞ്ഞുകൊണ്ട് നിന്റെ പെണ്ണിനെ ചതിച്ചതാണോ? ആണോ? അല്ലല്ലോ. നീ ഇപ്പോൾ ഇക്കാര്യം അവളോട് പറയുന്നില്ല. ഒരു പെണ്ണിനും അവളുടെ ഭർത്താവ് മറ്റൊരുത്തിയെ അനുഭവിച്ചെന്നറിഞ്ഞാലേ സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമേൽ വിശാല മനസ്സുള്ളവളാണെങ്കിൽ തന്നെ അവളുടെ ഉള്ളിൽ എന്നും ഒരു നോവായി അക്കാര്യം ദഹിക്കാതെ എങ്ങനെ കിടക്കും? അതുകൊണ്ട് ഈ സുൽത്താനയെ പറ്റി സുറുമ അറിയാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. നീ പറയാതെ മണത്തറിയാൻ മാത്രമുള്ള കഴിവൊന്നും നിന്റെ സുറുമയ്ക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇനി എന്നെങ്കിലും അവൾ അറിയുമെന്നുള്ള ഭയവും വേണ്ട. അതുകൊണ്ട് കരഞ്ഞു കണ്ണയിലൊലിപ്പിച്ചിരിക്കാതെ വേഗം നാട്ടിലേക്ക് പറന്നു ചെന്ന് അവളോടൊപ്പം സുഖമായി കഴിയാൻ നോക്ക്. നീ വെറുതെ ഓരോന്ന് പറഞ്ഞു നിൽക്കാതെ നീ നിൻ്റെ ബാഗുകളൊക്കെ എടുത്തു വെക്കും മാഹി. ഞാൻ ചെന്ന് അയാളെ ഒന്ന് കാണട്ടെ, ആ അഹമ്മദിനെ. ആഷിഖ് പുറത്തേക്ക് പോയിട്ടും മാഹിർ അനക്കമറ്റതുപോലെ ആ നിൽപ്പ് നിന്നു. പിന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം ബാഗിലേക്ക് കുത്തി നിറച്ചവൻ വേഷം മാറിപ്പോകാൻ റെഡിയായി. സുറുമി, എൻ്റെ ഇക്കാക്ക് വന്നേക്കണേ. നിസ്കാരപ്പായിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു സുറുമി. അസീനയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. കരഞ്ഞു വീർത്ത അവളുടെ മുഖത്ത് ചെറുതായി തെളിച്ചം വെച്ചു. എന്നാൽ അതേ നിമിഷം തന്നെ മുഖം വാടിപ്പോവുകയും ചെയ്തു. വല്ലിക്കാക്ക തൻ്റെ മുഖം കണ്ടാൽ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമോ? ചോദിച്ചാൽ തന്നെ എന്ത് പറയും? സക്കീർ തന്നെ ഉപദ്രവിച്ചെന്നോ? മാഹിക്കയുടെ ഉമ്മയും പെങ്ങളും തന്നെ വഴക്ക് പറഞ്ഞെന്നോ? അതിനൊന്നുമല്ലല്ലോ സുറുമി കരഞ്ഞത്. ആ പ്രിയപ്പെട്ടവൻ്റെ അവഗണനയല്ലേ അവളെ തളർത്തിയത്? അവൻ തന്നോട് പറഞ്ഞ കടുത്ത വാക്കുകളല്ലേ ചാട്ടുളി പോലെ തന്നെ നെഞ്ചിൽ വന്ന് തറച്ചത്? സുറുമി നിസ്കാരപ്പായ മടക്കി വെച്ചപ്പോഴേക്കും വിടർന്ന മുഖവുമായി ഹാലമോളും റൂമിലേക്ക് വന്നു. ഉമ്മ, ചിപ്പൂത്തൻ്റെ ഉപ്പച്ചി വന്നിട്ടുണ്ട്. മുത്തോക്ക് കുറേ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖത്തെ പൂനിലാവ് ഉദിച്ചതുപോലെ പ്രകാശം. അവൾക്ക് ഇതുപോലെ മിഠായി കൊണ്ടുവന്ന് കൊടുക്കാനൊന്നും വേറെ ആരുമില്ലല്ലോ.
സുറുമി കുഞ്ഞിൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഷഹീർ ആ വലിയ ഹാളിൽ തരച്ചിരിക്കുന്നുണ്ട്. അവൾ പുഞ്ചിരിയോടെ ഇക്കാക്കയുടെ അടുത്തേക്ക് ചെന്നു. ഇക്കാക്ക വന്നിട്ട് കുറേ നേരമായോ? മുഖത്ത് സന്തോഷം വരുത്തിയവൾ അവനോട് പെരുമാറാൻ ശ്രമിക്കുമ്പോഴും ആ മുഖത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ദുഃഖം തൻ്റെ കൂടപ്പിറപ്പ് കണ്ടുപിടിച്ചിരുന്നു. ആ, ഇപ്പോൾ വന്നതേയുള്ളൂ. നീ അവിടെ എന്തെടുക്കായിരുന്നു? അവളെന്തോ പറയാൻ തുടങ്ങും മുമ്പേ ഒരു അപശബ്ദം സുറുമിയുടെ വാക്കുകളെ മുറിച്ചിരുന്നു. അവൾ എന്തെടുക്കാൻ? എപ്പോഴും മറയിൽ കയറിയ ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പല്ലേ പണി. എന്തൊക്കെയോ കുറുകുറെന്ന് പറയുന്നത് കേൾക്കാം. ആരാണെന്ന് കൊഞ്ചിക്കുഴയെന്ന് ആർക്കറിയാം? എൻ്റെ മോൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ആനമ്മയാണ് ആ പറഞ്ഞത്. ഷഹീറിൻ്റെ മുഖത്തെ വല്ലായ്മ നിറഞ്ഞു. അവൻ സുറുമിയെ നോക്കി. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. നിന്റെ പെങ്ങളുടെ സ്വഭാവം ഒട്ടും നന്നല്ല. എൻ്റെ മറ്റു നാത്തുമാരെ പോലെയൊന്നല്ല ഇവള്. ഉമ്മ പറഞ്ഞാൽ ഒരു വക അനുസരിക്കില്ല. ഓള് ഗമയും പത്രാസും കണ്ടാൽ ഏതോ കോലത്തെ തമ്പുരാട്ടിയാണെന്ന് തോന്നും. ആനമ്മയുടെ വാലും പിടിച്ച് സീജയും അങ്ങോട്ട് വന്നു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അഷ്ടിക്ക് വകയില്ലാത്ത കുട്ടികൾ സൗഭാഗ്യം വന്നാലേ അവറ്റോളം നിലമറക്കും. എൻ്റെ മോനെ അന്ന് ഇവളോടൊരു ഇഷ്ടം തോന്നിപ്പോയത് കൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഏതെങ്കിലും നക്കപ്പാളെ പിടിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടവരായിരുന്നു. പുച്ഛത്തോടെ ആനമ്മയുടെ ചുണ്ടെന്നു കൂടി. പെങ്ങളുടെ കുറ്റങ്ങൾ എണ്ണ നിരുത്തുന്നത് കണ്ട് ഷഹീറിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. സുറുമി ഇക്കാക്കയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. എൻ്റെ പെങ്ങളെ നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലെന്നല്ലേ ഈ പറഞ്ഞതിന് അർത്ഥം? അവൾ ഇനിയൊരു അധികപ്പറ്റായി നിൽക്കുന്നില്ല. എൻ്റെ കൂടെ പോന്നോട്ടെ. ഷഹീർ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? അവൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവളെ ഭർത്താവല്ലേ. അവൻ പറയാതെ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ജീവിതകാലം മുഴുവനും നിന്റെ പെങ്ങളെ നിന്റെ കാൽച്ചുവട്ടിൽ തന്നെ ഇരിക്കും. ആനമ്മയുടെ സ്വരത്തിൽ പരിഹാസം കലർന്നു. അതിനെന്താ? പെങ്ങന്മാരെൻ്റെ കാൽച്ചുവട്ടിലുണ്ടെന്ന് കരുതേ ഈ ഷഹീറിനെ അവരൊരു ഭാരമൊന്നാവില്ല. നിങ്ങൾക്ക് തട്ടിക്കളിക്കാൻ ഇട്ടുതരാൻ എനിക്ക് കുറേ പെങ്ങന്മാരൊന്നും ഇല്ലെന്നേ. 2 പേരേ ഉള്ളൂ. നിങ്ങളെപ്പോലെ മണിമാളികയും മാര്യതയും ഒന്നും ഇല്ലെങ്കിലും അവർക്ക് ആരെയും ഭയക്കാതെ കയറിക്കൊടുക്കാൻ ഒരു വീടുണ്ട്. എൻ്റെ ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം കൂലിവേല ചെയ്തിട്ടാണെങ്കിലും പട്ടിണി കിടക്കാതെ സമാധാനത്തോടെ എൻ്റെ കുടുംബത്തെ ഞാൻ പോറ്റുകയും ചെയ്യും. നിങ്ങളുടെയൊക്കെ വായിലിരിക്കുന്നത് കേട്ട് നിങ്ങൾ അടിമപ്പണയം ചെയ്ത് നിൽക്കേണ്ട ഗതികളൊന്നും സുറുമിക്ക് വന്നിട്ടില്ല. അവൾക്കേ ചോദിക്കാനും പറയാനും ഇന്ന് ഞങ്ങളെയൊക്കെയുണ്ട്. ബന്ധുവീടാണെന്ന് പോലും ഓർക്കാതെ ഷഹീറിൻ്റെ ഒച്ച ഉയർന്നു. ഓ, ഇതൊക്കെ എല്ലാ ആങ്ങളമാരും പറയുന്ന ഡയലോഗ് തന്നെയാണ്. ഇവനെയൊക്കെ വിശ്വസിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലേ നഷ്ടം ഇവൾക്ക് തന്നെയാവും. സീജയുടെ ചുണ്ടിൽ പുച്ഛമാണ്. നാളെ ഇവൻ്റെയൊക്കെ ഭാര്യമാരുടെ പാവാട കഴുകി ജീവിക്കേണ്ട ഗതിയാവും പെണ്ണെ നിനക്ക്. അവരെ അനുസരിച്ചില്ലെങ്കിലോ ഈ അച്ചിക്കൊന്നൻ തന്നെ നിന്റെ നേരെ തിരിയും. സീജ കുറയാൻ ഒട്ടും ഭാവമില്ലാതെ പരിഹാസത്തോടെ സുറുമിയെ നോക്കി പറഞ്ഞു. സുറുമി അവളെ കടുപ്പിച്ചൊരു നോട്ടം നോക്കി. ദേ പെണ്ണെ, അച്ചിക്കൊന്നൻ നിന്റെ ഭർത്താവിനെ പോയി വിളിച്ചാൽ മതി. അവൻ്റെ കൂട്ട് നീ എന്നെ കൂട്ടണ്ട. മുറിച്ചാൽ മുറിയാത്ത ബന്ധമാണ് ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള ബന്ധം. എൻ്റെ പെങ്ങളെ എനിക്ക് എങ്ങനെ നോക്കണമെന്ന് അറിയാം. ഇത്രയും നേരം ഞാൻ മാന്യതയുടെ ഭാഷയിൽ സംസാരിച്ചത് നീ എൻ്റെ അളയൻ്റെ പെങ്ങളായി പോയതുകൊണ്ട് മാത്രമാണ്. ഇനി എന്തെങ്കിലും വായിട്ടലച്ചാലേ എൻ്റെ മറ്റൊരു മുഖം കൂടി നീ കാണേണ്ടി വരും. ഷഹീർ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞതും സീജ ഭയത്തോടെ ആനമ്മയുടെ പുറകിലേക്ക് പതുങ്ങി. ഇക്കാൻ്റെ ദേഷ്യം കണ്ട് സുറുമിയും ചെറുതായി ഭയന്നു. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. നിന്നെ മിടുക്ക് കാണിക്കേണ്ടത് എൻ്റെ തറവാട്ടിൽ കയറി വന്നിട്ടല്ല, ഒരു ആങ്ങള ചമയം വന്നിരിക്കുന്നു. നിനക്കിവളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോ. ആരും പിടിച്ചു നിർത്തൂല. ശല്യം ഒഴിവായി പോയെന്നേ കരുതൂ. എൻ്റെ മകനോട് ഞാൻ പറഞ്ഞോളാം. അവന് ഭാര്യയായി ഈ ലോകസുന്ദരി തന്നെ വേണമെന്നില്ലെന്ന്. ഞങ്ങൾക്ക് നിർബന്ധമില്ല. മാഹിറിന് ഒട്ടുമില്ല. ആനമ്മ ആക്രോശിച്ചു. സുറുമേ, എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് വാ. ഇനിയും ഇവിടെ നിന്നാലേ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. സുറുമയെ നോക്കി കലിതുള്ളി ആജ്ഞാപിക്കുമ്പോൾ ഷഹീറിൻ്റെ കവിളുകൾ ആനമ്മയോടുള്ള ദേഷ്യത്തിൽ വിറച്ചു. ഇക്കാക്ക, അത് മാഹിക്കയോട് ചോദിക്കാതെ ഞാൻ എങ്ങനെയാ? സുറുമി പതർച്ചയോടെ പറഞ്ഞു. അളിയനോട് ഞാൻ സംസാരിച്ചോളാം. നീ ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിക്കേ. അത് നിനക്കിനിയും ഇവരെ ആട്ടും തുമ്പും കേട്ട് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണോ? പറ. ഷഹീറിൻ്റെ കടുത്ത ശബ്ദം കേട്ടതും സുറുമി പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് പോയി. 10 മിനിറ്റ് കൊണ്ട് സുറുമയും കുഞ്ഞും ഉടുത്തിരുന്ന ഡ്രസ്സ് മാറി ഉള്ളിൽ നല്ലതെന്ന് എടുത്തിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒരു ബാഗിൽ നിറച്ച് ആ ഹാളിലേക്ക് വരുമ്പോൾ ആ വീട്ടിലെ സ്ത്രീകളും പിള്ളേരും അടക്കം ഒരു പട തന്നെ നിരന്നു നിൽപ്പുണ്ടായിരുന്നു. സുറുമി ആരെയും ശ്രദ്ധിക്കാതെ ഉപ്പ കിടക്കുന്ന മുറിയിലേക്ക് കയറി. അയാളോട് യാത്ര പറയാതെ ഇറങ്ങാൻ അവൾക്ക് പറ്റില്ലായിരുന്നു. കാരണം ആ കിടന്ന കിടപ്പിലും അയാളുടെ നാവ് അവൾക്ക് വേണ്ടി ചലിക്കാറുണ്ട്. പ്രയോജനമൊന്നും ഉണ്ടാവില്ലെങ്കിലും അവൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയോട് വാദിക്കാറുണ്ട് അയാൾ. ഉപ്പ, ഞാൻ പോവുകയാണ്.
അവൾ ആ ഉപ്പയുടെ തളർന്നു പോയ കൈ പിടിച്ചു. വന്നു കയറി അന്ന് തൊട്ട് തൻ്റെ ഓരോ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുന്നവളാണ്. സ്വന്തം ചോരകൾ പോലും അറച്ച് മാറി നിൽക്കുമ്പോഴും ഇന്ന് വരെ ഒന്നിനെ മുഖം കറുപ്പിച്ചിട്ടില്ല ഈ പെൺകുട്ടി. മുഹമ്മദ് ഉപ്പയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. ഇരുവശത്തേക്കും ചാലിട്ടിറങ്ങി. പൊയ്ക്കോ, എൻ്റെ മോള് പൊയ്ക്കോട്ടോ. മാഹിർ വരുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. അയാളുടെ വരണ്ട ചുണ്ടുകൾ ചലിച്ചു. ഹാലമോൾ ഉപ്പൂപ്പയുടെ കവിളിലൊരു ഉമ്മ കൊടുത്തു. ഞങ്ങൾ വേഗം വരാത്ത ഉപ്പൂപ്പ. നിഷ്കളങ്കതയോടെ അവൾ ഉപ്പൂപ്പയോട് യാത്ര പറഞ്ഞു. അവനങ്ങ് പോയതും അയാളുടെ തൊണ്ടയിലൊരു ഭാരം കണുത്തു. എടി ശവമേ, ആനമ്മയെ ധിക്കരിച്ചാലേ നീ ദുഃഖിക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ലബീബയാണ്. സുറുമി അവരെ രൂക്ഷമായി ഒരു നോട്ടം നോക്കി. ഹസീനയുടെ മുഖത്ത് മാത്രമാണ് സുറുമിക്ക് കരുണ കാണാൻ കഴിഞ്ഞത്. ഹസീനയോട് മാത്രം സുറുമി കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞു. അപ്പോഴേക്കും ഷഹീർ ആലമോളയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. സുറുമിയും അവർക്ക് പിറകെ മുറ്റത്തേക്കിറങ്ങി. പിന്നെ ഈ പടി ഇറങ്ങുമ്പോൾ എൻ്റെ മോൻ്റെ ഓർമ്മകളും ഇവിടെ ഇട്ടിട്ട് പോയിക്കൊള്ളണം. ഇനി നിനക്ക് ഈ വീട് ഹറാമാണ്. ഇവിടെ ആരെങ്കിലും മയ്യത്തായെന്ന് കേട്ടാൽ പോലും നീ പടി ചവിട്ടരുത്. ആനുമ്മ നിന്ന് വിറച്ചു. സുറുമി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും ഷഹീർ സ്കൂട്ടറിൽ കയറി ഹോണടിക്കാൻ തുടങ്ങി. ഇതൂടെ കൊണ്ടുപോയിക്കോ, അനി ഇക്കാക്ക കൊണ്ടുവന്ന എച്ചിൽ പൊതി എന്നും പറഞ്ഞ് ഷഹീർ പിള്ളേർക്ക് വേണ്ടി കൊണ്ടുവന്ന പലഹാരങ്ങളും ഫ്രൂട്ട്സും ചോക്കോബാറുമൊക്കെയുള്ള കവർ സീജ സുറുമിയുടെ മുഖത്തേക്കെറിഞ്ഞു. മുറ്റത്തെ പൂഴിമണ്ണിൽ ലേലുമ ഉണ്ടാക്കി കൊടുത്ത് ഇട്ട പലഹാരങ്ങൾ ചിതറിക്കിടന്നു. അത്രയും സമയം ക്ഷമയോടെ നിറഞ്ഞ സുറുമി സീജയുടെ കരണം പുകച്ചെന്ന് കൊടുത്തു. എന്നോടും എൻ്റെ വീട്ടുകാരോടുമുള്ള ദേഷ്യം ഭക്ഷണ സാധനങ്ങളോട് കാണിക്കില്ലടി. അത് പറയുമ്പോൾ തീ പോലെ ജ്വലിച്ചവൾ ആനുമയും മകളും സുറുമയെ നോക്കി സ്തംഭിച്ചു നിന്നു. അസത്ത് നശിച്ചു പോകത്തേയുള്ളൂ. ആനുമ്മ പല്ലുറുമ്പി. സുറുമി കുനിഞ്ഞിരുന്ന് ഓരോന്നും പെറുക്കിയെടുത്ത് മണ്ണ് കുടഞ്ഞ കവറിലേക്ക് തന്നെ ഇട്ടു. പിന്നെ തിരിഞ്ഞു പോലും നോക്കാതെ അവൾ സ്കൂട്ടറിൻ്റെ അരികിലേക്ക് നടന്നു. കുറച്ചു ദൂരം പോയതും ഷഹീർ ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തി. ഇറങ്ങ്, നമുക്കൊരു ചായ കുടിക്കാം. അവൻ പറഞ്ഞതും മറുത്തൊന്നും പറയാതെ അവൾ ഇറങ്ങി. ചായ കുടിക്കാൻ മാത്രമല്ല, ഇക്കാക്ക് തന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അവൾ ഊഹിച്ചിരുന്നു. മാഹിർ നിന്നെ വിളിക്കാറുണ്ടോ സുറുമി? ചൂടുള്ള ചായ പതിയെ ഊതിക്കുടിക്കുമ്പോഴായിരുന്നു ഇക്കാക്കയുടെ ചോദ്യം. ആ ചോദ്യത്തിൽ പകച്ചുപോയവൾക്ക് ഉത്തരം മുട്ടി. മാഹിക്കാക്ക് പഴയതുപോലെ തന്നോട് സ്നേഹമില്ലെന്ന് ഇക്കാക്കയോട് പറഞ്ഞാൽ ഇക്കാക്ക അദ്ദേഹത്തെ വെറുത്തു പോവും. വേണ്ട, എൻ്റെ മാഹിക്കാനെ ആരും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. വിളിക്കാറുണ്ട്. ഒരു നിമിഷം ചിന്തയോടെ ഇരുന്നവൾ പെട്ടെന്ന് പറഞ്ഞു. അവനോട് നീ പറയാറില്ലേ ആ വീട്ടിൽ കഴിയുന്ന നിന്റെ അവസ്ഥ? അറിഞ്ഞിട്ടും അവൻ പ്രതികരിക്കാത്തതാണോ? ഷഹീർ വീണ്ടും അവളെ കുത്തുകുത്തി ചികഞ്ഞു. മാഹിക്കാക്ക് അറിയാം ആ ഉമ്മയുടെ സ്വഭാവം. പിന്നെ എന്തൊക്കെയായാലും അവളുടെ പെറ്റുമ്മയല്ലേ. സുറുമി അപ്പോഴും മാഹിറിനെ വാഴ്ത്തി. എന്ന് വെച്ച് അവർക്ക് നിന്നെ എന്ത് ചെയ്യാമെന്നോ? അവൻ്റെ ഉമ്മയുടെയും പെങ്ങളുടെയും വേലക്കാരിയാക്കാനാണെങ്കിൽ അവൻ നിന്നെ പെണ്ണ് കെട്ടണമായിരുന്നോ? അവർക്ക് പണം കൊടുത്ത് ഒരു പണിക്കാരത്തിയെ വെച്ചാൽ പോരായിരുന്നോ? നീയാവുമ്പോൾ ശമ്പളം തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇക്കാക്ക? സുറുമി ദയനീയതയോടെ വിളിച്ചു. എന്താ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ സുറുമി? മാഹിറിൻ്റെയും ഉമ്മയുടെയും പെങ്ങളുടെയും വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പെങ്ങൾക്ക് അവർ നൽകുന്ന വില. അവൻ അനുവാദം കൊടുത്തത് കൊണ്ടാണോ അവർ നിൻ്റെ തലയിൽ കയറുന്നത്? ഷഹീർ അവളുടെ നേരെ ഒരു ചാട്ടമായിരുന്നു. ഇക്കാക്ക തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് അറിയാമെങ്കിലും ഇക്കാക്ക ദേഷ്യപ്പെട്ടാൽ അവൾക്ക് പെട്ടെന്ന് സങ്കടം വരും. സുറുമിയുടെ കണ്ണിൽ ഒരു തള്ളി കണ്ണുനീർ ഊറിക്കൂടി. അത് കണ്ടതും ഷഹീറിൻ്റെ മുഖം അയഞ്ഞു. നിന്നെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ. നീ ആ വീട്ടിലെ അടിമയെപ്പോലെ ഇത്രയും നാൾ കഴിഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ആ സഹോദരൻ്റെ തൊണ്ട ഇടറി. എൻ്റെ മോള് എങ്ങനെയാ ഇത്രയും നാൾ ആ ജന്തുക്കളുടെ ഇടയിൽ പിടിച്ചു നിന്നത്? എന്നോട് പറയാമായിരുന്നില്ലേ? ഇക്കാക്ക വരുമായിരുന്നല്ലോ. ഷഹീർ അനിയത്തിയുടെ കവിൾത്തടത്തിൽ പതിയെ തട്ടി. മാഹിക്ക നല്ലവനാണ് ഇക്കാക്ക. ആളെ ഓർത്താ ഞാൻ പിടിച്ചു നിന്നത്, ആ സ്നേഹമോർത്ത. സുറുമിയുടെ കണ്ണുകൾ കുതിച്ച് കുത്തിയൊഴുകി. ഇനി കരയണ്ട. മാഹിർ നാട്ടിലേക്ക് വരും വരെ നീ നമ്മുടെ വീട്ടിൽ നിന്നാൽ മതി. അവൻ വന്നതിന് ശേഷം അവൻ പറയട്ടെ നീയും കുഞ്ഞും ഇവിടെ നിൽക്കണമെന്ന്. ഷഹീർ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. സുറുമി തല അനക്കി. ഇനി കരയണ്ട. കുഞ്ഞ് നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ? നീ ചായ കുടിക്ക്. ഷഹീർ അവൻ്റെ കയ്യിലെ കർച്ചീഫ് കൊണ്ട് സുറുമിയുടെ കണ്ണ് തുടച്ചു കൊടുത്തു. ഇക്കാക്ക, ഞാൻ പിണങ്ങി വന്നതാണെന്ന് നമ്മുടെ ഉപ്പയും ഉമ്മയും അറിഞ്ഞാൽ ആ പാവങ്ങൾ വിഷമിക്കൂലേ? സുറുമി വിതുമ്പി. തൽക്കാലം അവരോട് എന്തെങ്കിലും കള്ളം പറയാം. പതിയെ ഞാൻ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കോളാം. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഷഹീർ പുഞ്ചിരിച്ചു. ഇൻഷാ അല്ലാഹ്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.